ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീക്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് പറയുന്നത്, നമ്മളുടെ എല്ലാ ദിവസത്തെ പോലെ. സോ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ലോ എടുത്താൽ ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ റിട്രേസ്മെൻറ്റ് ചെയ്തു, നമ്മൾ ലോ എടുത്തു. സോ കഴിഞ്ഞ വീക്കിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം അത് എക്സ്പെക്റ്റ് ചെയ്തല്ല ഞാനിരിക്കുന്നത്, ഞാൻ എൻ്റെ സെറ്റപ്പ് നോക്കിയാണ് ഇരിക്കുന്നത്. അതെൻ്റെ ഒരു തോട്ട് മാത്രമാണ്, അതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ അതിനനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ. സോ ഇപ്പം നമ്മൾ ഓഗസ്റ്റ് മാസം കൺസോൾട്ടേഷൻ ആയിരിക്കും, ഭയങ്കര സ്ലോ മാർക്കറ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഓഗസ്റ്റ് മാസം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബെയറിഷ് മാസമായിരുന്നു. സോ നമ്മൾ പ്രൈസല്ല, മാർക്കറ്റിനെ നമ്മൾ പോയി പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വേറൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സൈക്കോളജി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിനൊത്ത് അതിൻ്റെ രീതിയിൽ പല സ്ട്രാറ്റജികൾ വെച്ച് മുന്നേക്ക് പോയാൽ, ഇപ്പം ICT എന്ന് പറയുന്ന സ്ട്രാറ്റജീസിൽ കോൺസെപ്റ്റിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ ആ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ലോസുകൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. സോ വൺ സെറ്റപ്പ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നോ അല്ലെ രണ്ടോ, എ സെറ്റപ്പ്, എ പ്ലസ് സെറ്റപ്പ്, ബി സെറ്റപ്പ്. അപ്പം അങ്ങനെയുള്ള മൊമെൻറ്റുകൾ ക്യാച്ച് ചെയ്ത് ഒരേ സെറ്റപ്പുകൾ ഫോളോ ചെയ്യാനേ പോകാൻ പാടുള്ളൂ. ഇപ്പം അത് കൺസോൾട്ടേഷൻ വീക്കാണ്, സ്ലോ മാർക്കറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നായിരുന്നെങ്കിൽ നമ്മളിപ്പം ഭയങ്കരമായിട്ട് റിട്രേസ്മെൻറ്റ് നോക്കിയും അതുപോലെ തന്നെ നമ്മൾ പ്രൈസിനെ നമ്മളുടെ പ്രഡിക്ഷൻ തെറ്റി എന്നുള്ള സൈക്കോളജിക്കലി ഒരു ഇതിലിരുന്നേനെ. അതൊരു തുടക്കക്കാരൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സോ നമ്മളങ്ങനെ പോയി എക്സ്പെക്റ്റ് ചെയ്തിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നമ്മൾ പറഞ്ഞ പോലെ ട്രേസ് ചെയ്തു, അതുപോലെ ഡ്രോപ്പ് ചെയ്തു. സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെഡിക്കേഷൻ ബ്ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു OB ഉണ്ട്. ആ OBയിൽ വേണമെങ്കിൽ പ്രൈസ് വന്ന് റിട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോ നല്ലൊരു ലോ ആണ്, പിന്നീട് ലോയിലേക്ക് വരാം. വാട്ടെവർ ഇറ്റ് ഈസ്. ഇപ്പം ബെയറിഷ് ആണ് ഇപ്പോൾ ട്രെൻഡ് നല്ലൊരു രീതിയിൽ. അപ്പം നമുക്ക് ബെയറിഷ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നീട് ആ ബെയറിഷ് ലിക്വിഡിറ്റീസ് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മേളിലേക്ക് കിട്ടുന്നത് നോക്കാം. സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് മാറുന്നതിനാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റിട്രേസ് ചെയ്ത് ഡെയിലിയിൽ വലിയ രീതിയിലൊന്നും നോക്കാനില്ല. ഒരു മെഡിക്കേഷൻ ബ്ലോക്ക് ഉണ്ട്, ആ മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്തു, പിന്നീട് വീണ്ടും അത് താഴേക്ക് ഡ്രോപ്പ് ചെയ്യായിരുന്നു. 4 ഹവറിൽ പോയി നോക്കുകയാണെങ്കിൽ നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരുന്നു, ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ നമുക്ക് പിന്നീട് ലോ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യാം. സോ 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4 ഹവർ FEG ഉണ്ടായിരുന്നു. ആ FEG മിറ്റിഗേറ്റ് ചെയ്തു. ഈ സ്ട്രക്ചർ ഒരു ബ്രേക്കറാണ്, ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാരണം ഒരു സ്വിങ് ബ്രേക്ക് സ്വീപ്പ് ചെയ്തു, താഴേക്ക് ബ്രേക്ക് സ്ട്രക്ചർ തന്നു. അപ്പം ഇതൊരു ബ്രേക്കറാണ്, ഈ ഒരു മേളിലേക്ക് പോയൊരു അപ്പ് ക്യാൻഡിൽ. സോ ആ അപ്പ് ക്യാൻഡിലിനുള്ളിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് താഴേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതാണ് പ്രൈസ് നല്ല രീതിയിൽ ഇവിടുന്ന് മിറ്റിഗേറ്റ് ചെയ്ത് താഴേക്ക് ഇപ്പോൾ ഒരു സ്ട്രക്ചർ തന്നു നിൽക്കുന്നത്. സോ നമുക്ക് 1 ഹവറിലേക്ക് പോയി നോക്കാം. 1 ഹവറിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഇൻഡിക്കേറ്റർ നോക്കാം. ഇത് ആ സ്ട്രക്ചറൽ ഇൻഡിക്കേറ്ററാണ്. ഞാനിത് യൂസ് ചെയ്യാൻ ആരോടും പറയില്ല. പക്ഷേ തുടക്കം എന്നുള്ള സമയത്ത് നമ്മൾ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പഴയ വീഡിയോസ് മിസ് ചെയ്യരുത്. ഈ പുതിയ വീഡിയോസ്
ഇറങ്ങുന്നത് കണ്ടുകൊണ്ട്. പഴയ വീഡിയോസിനകത്താണ് ഞാൻ എൻ്റെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ട് തരത്തേ ഉള്ളൂ. ഞാൻ അതിനകത്തൊന്നും പറയില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാനങ്ങനെ പറഞ്ഞു പോകാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകാത്തത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 hour നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പം തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്വീപ്പ് കഴിഞ്ഞ് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് മേളിലേക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ പോയി. അത് നല്ല രീതിയിൽ മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്തു. ഇതൊരു OB-ആണ്. ആ OB-യിൽ മെഡിക്കേറ്റ് ചെയ്തു, മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്തു. പ്രൈസ് മേളിലേക്ക് പോയി. ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, സെക്കൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, തേർഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, FEGയിൽ മെഡിക്കേറ്റ് ചെയ്തു. പ്രൈസ് ഡ്രോപ്പ് ചെയ്തു. 1 hour FEG ഉണ്ട് അവിടെ. ഇതിനകത്തൊരു 1 hour FEG ഉണ്ട്. പിന്നീട് വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1 hour FEG ഉണ്ട്. ഇവിടെ ഒരു 1 hour FEG ഉണ്ട്. പിന്നെ ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. സോ ഒരുപാട് ഇവിടെ ഒരു 1 hour FEG ഉണ്ട്. സോ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ. ക്ലീൻ പ്രൈസ് ആക്ഷനുകളായിരുന്നു. ഇപ്പം ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ബ്രേക്കർ 4 hour നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ഒരു ബ്രേക്കർ ഉണ്ടായിരുന്നു അവിടെ, ബൈ സൈഡ് ലിക്വിഡിറ്റി. സോ നമ്മളുടെ നല്ല അടിപൊളി പ്രൈസ് ആക്ഷൻ ആയിരുന്നു. സോ നമുക്കൊരു 50 മിനിറ്റിലേക്ക് ഇറങ്ങാം. 50 മിനിറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യൻ സെറ്റപ്പുകൾ നോക്കാം. ഏഷ്യൻ സെറ്റപ്പുകൾ ഈ ആഴ്ച ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. സോ തിങ്കളാഴ്ച ദിവസത്തെ ഏഷ്യ ഇത് കാണിക്കൂല, അത് വേറൊരു കോമഡിയാണ്. ഞാൻ 18 തൊട്ടാണ് നോക്കുന്നത്, നിങ്ങൾക്ക് 20 തൊട്ട് നോക്കാം. ഓക്കെ, ഞാൻ 18 നോക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ 18 to 23 ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ലണ്ടൻ ഓപ്പൺ ആയ സമയത്ത് ബൈ സൈഡ് എടുത്തിട്ട് താഴേക്കൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു 50 മിനിറ്റിൽ. 1 മിനിറ്റിൽ അവിടെ എൻട്രീസ് ഉണ്ടാവും. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് ഈ ഏഷ്യയുടെ ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് പ്രൈസ് മേളിലേക്ക് പോകുമായിരുന്നു. ലണ്ടൻ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ ലണ്ടനിനകത്തൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് പ്രൈസ് സ്വിങ് ബ്രേക്ക് ചെയ്തു, മേളിലേക്ക് FEG ഉണ്ടായിരുന്നു 50 മിനിറ്റിൽ. ആ FEG മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് വീണ്ടും മേളിലേക്ക് പോയി. അതുപോലെ തന്നെ നമ്മൾ ന്യൂയോർക്ക് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ റിവേഴ്സിൽ വന്നിട്ട് പിന്നീട് 10 o'clock ആയപ്പം നമ്മുടെ സിൽവർ ബുള്ളറ്റ് ആ ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തു പോയി. സിൽവർ ബുള്ളറ്റാണത്. അത് നിങ്ങൾക്ക് സിൽവർ ബുള്ളറ്റിൻ്റെ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സിൽവർ ബുള്ളറ്റൊക്കെ ആദ്യം നിങ്ങൾ ബേസ് എന്താണെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ സിൽവർ ബുള്ളറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിൽവർ ബുള്ളറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം, എന്നാലേ സിൽവർ ബുള്ളറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിൽവർ ബുള്ളറ്റിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിൽവർ ബുള്ളറ്റിൽ തന്നെ ഒരുപാട് സിസ്റ്റം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സിൽവർ ബുള്ളറ്റ് പല രീതിയിലാണ് പല ദിവസങ്ങളിൽ വരുന്നത്. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഒരു ലണ്ടൻ കണ്ടിന്യൂവേഷൻ സെറ്റപ്പാണ് സിൽവർ ബുള്ളറ്റ് വന്നത്. സോ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനകത്താണ് കാര്യം. ഇപ്പം ഈ ഒരു 18 to 23 സെറ്റപ്പിനകത്ത് ഇപ്പം ഇവിടെ ഒരു 23 ഈ ഒരു സെറ്റപ്പിനകത്ത് ഇവിടെ ബൈ എടുത്തു കഴിഞ്ഞൊരു റിട്രേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ 1 മിനിറ്റിൽ അവിടെ എൻട്രി ഉണ്ടാവും. പിന്നീട് അത് കണ്ടിന്യൂവേഷൻ പോയിട്ട് 3 o'clock ആയപ്പം നമ്മുടെ കിൽസോൺ ആയപ്പം ഏഷ്യൻ ഹൈസ് എടുത്തു എന്ന് പറയാം. എന്നിട്ട് താഴേക്ക് ഹെവിലി ഡ്രോപ്പ് ചെയ്തു.
അപ്പം അത് കറക്റ്റ് 3 o'clock 2 to 3 നമുക്കറിയാം ഒരു ഫേക്ക് മൂവ് ഉണ്ടാവും എന്നുള്ളത്. ആ 2 to 3 ഫേക്ക് മൂവാണ് ഈ ഒരു മൂവ്. കറക്റ്റ് 3 o'clock കഴിഞ്ഞ് പിന്നീട് പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ആ ഒരു ലണ്ടൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചൊവ്വാഴ്ച ആ ലണ്ടൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പ്രൈസ് പിന്നെ നമ്മുടെ ന്യൂയോർക്ക് ടൈമിൽ താഴേക്ക് വീണ്ടും അത് കണ്ടിന്യൂവേഷൻ ഡ്രോപ്പായിരുന്നു. സോ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിൻ്റെ എല്ലാം പ്രൈസ് ആക്ഷൻ്റെ വീഡിയോസ് നമ്മുടെ ഡെയിലി ബ്രേക്ക് ഡൗൺസിലുണ്ട്. നല്ല ക്ലീനായിട്ട് ഞാൻ ആ സാധനങ്ങൾ ഡെയിലി ബ്രേക്ക് ചെയ്യുമായിരുന്നു. ലണ്ടൻ ന്യൂയോർക്കിൻ്റെ കാര്യം അത് ബ്യൂട്ടിഫുള്ളാണ്. അത് വെച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിളായി പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. സോ നമ്മളുടെ നെക്സ്റ്റ് ഡേ എന്ന് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലും അത് തന്നെയാണ്. 2 ഏഷ്യയിൽ ട്രെൻഡ് ചെയ്തു. ഏഷ്യയിൽ നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഏഷ്യയിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഏഷ്യയിലെന്ന് പറഞ്ഞാൽ വലിയ വോളറ്റിലിറ്റി ഉണ്ടാവില്ല. സോ നല്ലൊരു ട്രെൻഡ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പോകും. കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയും പോകും. സോ അതുപോലെ തന്നെ 2 to 3 നല്ലൊരു ഫേക്ക് മൂവ് തന്നിട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്തു. ന്യൂസ് ഉണ്ടായിരുന്നു. സോ ആ സമയത്തൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ 8:30 ആയപ്പം പ്രൈസ് റിവേഴ്സലായി. ഇതാണ് 8:30 ഈ ഒരു ക്യാൻഡിൽ. 8:30 പ്രൈസ് സ്വീപ്പ് ചെയ്തു. ലണ്ടൻ്റെ ഹൈ എടുക്കാൻ പോയി. ലണ്ടൻ്റെ ഹൈസ് എടുത്തു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 82.23 ഏഷ്യൻ ഹൈ എടുത്തു. ഇതാണ് ഒരു കിടിലൻ സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഏഷ്യൻ ഹൈയുടെ സെറ്റപ്പ് പറയുകയാണെങ്കിൽ കറക്റ്റ് ഏഷ്യൻ ഹൈ എടുത്തു. താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. പിന്നീട് പ്രൈസ് ന്യൂയോർക്കിലും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ഇത് വരുന്നത് വ്യാഴാഴ്ച. ഇത് വെള്ളിയാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ. ഏഷ്യ ആ ഒരു ഡ്രോപ്പിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ലണ്ടനിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ FOMC എന്തുകൊണ്ട് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഏഷ്യയുടെ ആ ഒരു 2 to 23 ആ ഒരു ലോ എന്ന് പറയുന്നത് ഇതാണ്. ആ ലോ സ്വീപ്പ് ചെയ്ത് മേളിലേക്ക് തിരിച്ചു കയറിപ്പോയി. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ സെറ്റപ്പുകൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടിയിരിക്കണം. ഇപ്പം ഈ ഒരു ഏഷ്യൻ ഹൈയുടെ സെറ്റപ്പ് വന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ റിയാക്ഷൻ ഏരിയ എന്നാണ്. സോ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ഒരു സിസ്റ്റം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു മെയിൻ ചെക്ക് പോയിൻ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു ഹയർ ടൈം ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സെറ്റപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു സെറ്റപ്പാണ് ഇത്. ഞാൻ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റപ്പാണ്. ആ സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സിമ്പിളി ആ സെറ്റപ്പ് അവർ യൂസ് ചെയ്യുന്നത് 2 ബ്രേക്ക് കഴിയുമ്പം എടുക്കുന്നൊരു സെറ്റപ്പാണത്. സിമ്പിൾ സെറ്റപ്പാണ്. ICT എന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ. ജസ്റ്റ് ഒരു ബ്രേക്ക്, സെക്കൻഡ് ബ്രേക്ക് കഴിഞ്ഞ് തേർഡ് ബ്രേക്കിൽ അവർ എൻട്രി എടുക്കും. അങ്ങനെ ഒരു സെറ്റപ്പാണ് അവരുടേത്. സോ അത്രയ്ക്ക് സിമ്പിളായിട്ട് സെറ്റപ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ഇതിനകത്തൊരു എഡ്ജ് നിങ്ങളുടേതായ രീതിയിൽ ICTയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പം ജേണൽ ചെയ്യുക. ഈ ജേണലുകൾ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇതിനകത്ത് പുതിയ ഐഡിയാസ് വരും. പുതിയ കാര്യങ്ങൾ മാർക്കറ്റ് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് വരുന്നതിന് മുന്നേ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള സിമ്പിളായിട്ട് മനസ്സിലാവും. ജേണലിങ് ഈസ് ഇമ്പോർട്ടൻ്റ്. എന്നും ഇങ്ങനെ ജേണൽ ചെയ്യുന്നത് ഏറ്റവും അടിപൊളി ഒരു കാര്യമാണ്. സോ പ്രൈസ് ചെയ്യാനുള്ളത്, പ്രൈസ് ഓൾവേസ് കറക്റ്റായിരിക്കും. അത് ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യും. നമ്മൾ അവിടെ പോയി പ്രഡിക്ഷൻസ് കൊണ്ടുവരുമ്പോഴാണ് എപ്പോഴും തെറ്റ് സംഭവിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ്. ഈ ഡാംഡും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ആൾക്കാരുടെ പുറകിന് പോകാതിരിക്കുക. ഈവൻ എൻ്റെ പുറകിന് പോലും പോകാതിരിക്കുക. ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളതിൻ്റെ ഐഡിയാസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ജേണൽ ചെയ്ത് നിങ്ങളുടേതായ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. ആൾക്കാരുടെ പുറകിന് അലയാണ്ടിരിക്കുക. ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് നിങ്ങളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഉസൈൻ ബോൾട്ട് ഓടി ഇത്തരം സ്പീഡിൽ ഈ സെക്കൻഡ്സിൽ ഓടി ഫിനിഷ് ചെയ്യണം എന്നുള്ളത് പുള്ളി തീരുമാനിച്ചുകൊണ്ടാണ്. അല്ലാണ്ട്
പുള്ളിയുടെ വേറെ ആരും തീരുമാനിച്ചുകൊണ്ടല്ല, അത് അവരുടെ മൈൻഡ് സെറ്റാണ്. സോ ഒരു കോച്ചിനെന്ന് പറയുന്നത് ഒരു റൈറ്റ് ഡയറക്ഷൻ തരാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷേ കോച്ചിന് ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനേ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു പാഷൻ ഇതിനോടുണ്ടാവണം. മണി എന്നുള്ള കാര്യം വിട്ട് പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിൻ്റെ മണിയുടെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കും, ലോസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ഇൻഡസ്ട്രി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ല. സോ അതിനെക്കുറിച്ച് പറയാൻ ആരുമില്ല, എല്ലാം മണ്ടന്മാരാണ് കൂടുതലും. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. സോ എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ എനിക്ക് കോഴ്സ് സെല്ല് ചെയ്യുന്നവരോടോ ആരോടും ഒരു ഇതുമില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കോഴ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ അവരുടെ സെറ്റപ്പുകളുടെ ഡേറ്റാസ് ഇത്ര വർഷത്തെ ഡേറ്റയോ അല്ലെങ്കിൽ ഇത്ര നാളിലെ PNLോ അതൊക്കെ കാണിച്ച് നിങ്ങളെ ഒരു പ്രോപ്പർ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് വേണം ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കണം ഒരു കോഴ്സ് സെല്ല് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇത് കാണിച്ച് പൈസ മേടിക്കുക എന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനകത്ത് ആ വാല്യൂ, നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും പൈസ ലൂട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റിലാണ് മെൻറ്റർഷിപ്പ് നടത്തുന്നത്. സോ അത് ഇൻഡസ്ട്രിയെ ബാധിക്കും നല്ലപോലെ. ഈ ഒരു ഇൻഡസ്ട്രിയുടെ പേര് തന്നെ ചീത്തപ്പേരാണ്. ആരോടും പറയാൻ പറ്റില്ല ഒരു ഫോറക്സ് ട്രേഡറാണെന്നോ ഒരു ട്രേഡറാണെന്ന് ആരോടും പറയാൻ പറ്റില്ല. കാരണം ആദ്യം വരുന്നത് ഇത് തട്ടിപ്പാണെന്നുള്ള പേരാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. സോ അത് പാഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ദുഃഖം തോന്നും. കാരണം അവരുടെ ഹാർഡ് വർക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്ത് സക്സസ് ആയി പോകുന്ന ഒരു കാര്യത്തെ ആൾക്കാരിങ്ങനെ കാണുമ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് ദുഃഖം തോന്നും. സോ അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. സോ അത് പാഷനില്ല, പൈസയ്ക്ക് പുറകെ പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിന് ഓരോന്നിൻ്റേതായ രീതികളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ വേണം അത് ചെയ്യാൻ. അല്ലാത്ത പക്ഷം പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരൊറ്റ ബോധത്തിൽ നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നല്ല, അത് ശരിയല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പം അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കാരണം ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം മൈൻഡ് സെറ്റാണ്. ഓക്കെ, അല്ലാണ്ട് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു 1000 പേരുണ്ട്. ആ 1000 പേരിൽ എനിക്ക് അതിനകത്ത് കുറേ ആൾക്കാരെ മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാരെ ഇപ്പോഴും മാറ്റാൻ പറ്റിയിട്ടില്ല. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. റിയാലിറ്റി എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പം ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കണം. അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടേതായ രീതി മനസ്സിലാവുമല്ലോ. സോ അല്ലാണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്ത് നിന്നിട്ടൊരു കാര്യമില്ല. അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്നിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുമ്പം നമുക്ക് ഇപ്പം ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അതിനെ പ്രോഫിറ്റബിൾ ആക്കാനുള്ള വഴി ചിന്തിച്ച് അതിൻ്റെ പുറകിൽ നിന്ന് നടക്കുന്നതിനേക്കാളും നല്ലത് നല്ല അഡ്വൈസ് ചോദിച്ച് നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കമ്പനികൾ പ്രോഫിറ്റബിൾ അല്ലാണ്ട് പൂട്ടിപ്പോയി വീണ്ടും ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുന്ന കാര്യം. അപ്പം അതെല്ലാം ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് അവരുടെ ഇതിനകത്ത്. ഇപ്പം ഒരിടത്ത് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അത് പിന്നെ പൂട്ടിയേ തീരുള്ളൂ. ഇപ്പം ഒരു ഹോട്ടൽ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ആ കച്ചവടം പോകുന്നില്ലെങ്കിൽ അത് പൂട്ടിയേ പറ്റുള്ളൂ. കാരണം ലൊക്കേഷൻ ശരിയാവില്ല. ഹോട്ടലിൻ്റെ മെയിൻ പ്രശ്നം ലൊക്കേഷനാണ്. സോ അതുപോലെ പല കാര്യങ്ങളും നമ്മളൊരു അഡ്വൈസ് എടുക്കുമ്പം ക്ലീനായിട്ടുള്ള ആൾക്കാരുടെ എടുക്കുക അഡ്വൈസ് എടുക്കുക, ആ അഡ്വൈസ് കേൾക്കാൻ ശ്രമിക്കുക. ആ അഡ്വൈസ് കേട്ട് വർക്ക് ചെയ്യുമ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. നിങ്ങൾ അത് അനലൈസ് ചെയ്യുക. അല്ലാണ്ട് വേറൊരാളുടെ വ്യൂവിൽ നിങ്ങൾ നിന്ന് പറയാതിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയുള്ള പറയാൻ. See you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn know I got stacks in the lab, taking bitches straight for another cat.